രാജസ്ഥാനിലെ തെരഞ്ഞെടുപ്പ് റാലിയിൽ നരേന്ദ്രമോദി നടത്തിയ വിദ്വേഷ പ്രസംഗത്തിൽ പോലീസ് എന്ത് നടപടി സ്വീകരിച്ചുവെന്ന് ദില്ലി സാകേത് കോടതി. പരാതിയിലെ നടപടി റിപ്പോർട്ട് ഉടൻ സമർപ്പിക്കാൻ ദില്ലി പോലീസിനോട് കോടതി ആവശ്യപ്പെട്ടു. പരാതിക്കാരനായ ഖുർബാൻ അലി നിസാമുദ്ദീനാണ് നടപടി ആവശ്യപ്പെട്ട് കോടതിയെ സമീപിച്ചത്. രാജസ്ഥാനിലെ ബെൻസ്വാഡയിൽ ഏപ്രിൽ 21 നടന്ന പ്രചരണ റാലിയിലായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിദ്വേഷ പ്രസംഗം. കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ ഹിന്ദുക്കളുടെ സ്വർണവും വെള്ളിയും കണക്കെടുപ്പ് നടത്തി കൂടുതൽ മക്കളുള്ള നുഴഞ്ഞുകയറ്റക്കാർക്ക് വിധിച്ചു നൽകുമെന്നായിരുന്നു പ്രസംഗം. മുസ്ലിം വിഭാഗത്തെ ലക്ഷ്യമാക്കിയുള്ള മോദിയുടെ പരാമർശം ഏറെ വിവാദമാകുകയും വർഗീയ പ്രസംഗത്തിനെതിരെ പ്രതിഷേധങ്ങൾ ഉയരുകയും ചെയ്തെങ്കിലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അടക്കം മൗനം പാലിച്ചു. പ്രസംഗത്തിൽ നടപടി ആവശ്യപ്പെട്ട് ഖുർബാൻ അലി നിസാമുദ്ദീൻ ദില്ലി പോലീസിൽ പരാതി നൽകിയെങ്കിലും ഫലമുണ്ടായില്ല. തുടർന്ന് പരാതിക്കാരൻ ദില്ലി സാകേത് കോടതിയെ സമീപിക്കുകയായിരുന്നു. മോദിയുടെ പ്രസംഗം പെരുമാറ്റച്ചട്ടത്തിന്റെ ലംഘനമാണെന്നും മതസ്പർദ്ധ വളർത്തുന്നതാണെന്നും ചൂണ്ടിക്കാട്ടിയാണ് പരാതി. വിഷയത്തിൽ ഇടപെട്ട കോടതി വിദ്വേഷ പ്രസംഗത്തിൽ നടപടിയെടുത്തോ എന്ന് ദില്ലി പോലീസിനോട് ആരാഞ്ഞു. അന്വേഷണം നടത്തിയെങ്കിൽ കുറ്റം കണ്ടെത്തിയിട്ടുണ്ടോ എന്നും അങ്ങനെയെങ്കിൽ ഏത് രീതിയിലുള്ള നടപടിയാണ് സ്വീകരിച്ചതെന്നും എഫ്ഐആർ അടക്കം വ്യക്തമാക്കണമെന്നും സാകേത് കോടതി മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റ് കാർത്തിക് തബാരിയ ദില്ലി പോലീസിന് നിർദ്ദേശം നൽകി. വിഷയം ജൂൺ 5 വീണ്ടും പരിഗണിക്കും. കൈരളി ന്യൂസ്, ദില്ലി.